ബർത്ത്ഡേ അന്ന് മാമാട്ടി കരയാതിരുന്നത് ഒരു ഹൈലൈറ്റ് തന്നെയായിരുന്നേ. സാധാരണ കുട്ടികളെല്ലാം കേക്ക് മുറിക്കുന്ന സമയത്ത് കരയാറുണ്ട്, പക്ഷെ മാമാട്ടി കരഞ്ഞില്ലല്ലോ എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നേ. ആരും പേടിക്കണ്ട, ബർത്ത്ഡേ ഒന്ന് കരഞ്ഞില്ലാത്തതിന്റെയും കൂടെ ചേർത്തിട്ട് ഇപ്പൊ ഇവിടെ നല്ല സൂപ്പർ ആയിട്ട് കരയുന്നുണ്ട്. ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാല് തിരിച്ചു വരുന്നവരെ നല്ല കരച്ചിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമ്മൾ പോപ്പർ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. പെട്ടെന്ന് പേടിക്കുന്ന സാഹചര്യം വലുതായിട്ട് നമ്മൾ ഉണ്ടാക്കാതിരുന്നത് കൊണ്ട് കൂടെ അവള് കരയാതിരുന്നത്. അങ്ങനെ നമ്മൾ മാമാട്ടിനെ കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് അവൾക്ക് കേക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് അന്നത്തെ ദിവസം അങ്ങ് പോയി. ഇതാണ് കേട്ടോ എന്റെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ഓനും അപ്പോച്ചനും. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് മാമാട്ടി ഇതേ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളുടെ കുഞ്ഞമ്മയാണ് അവളെ ഉറക്കിയത്. എനിക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നേ. രാവിലെ മേക്കപ്പ് ചെയ്യാൻ പോയത് കൊണ്ട് ഞാൻ രാവിലത്തെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനാണ് കേട്ടോ ഫസ്റ്റ് ബിരിയാണി കഴിച്ചത്. മാമാട്ടിയുടെ രണ്ടാമത്തെ കോസ്റ്റ്യൂം ഇതായിരുന്നു കേട്ടോ. ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ ഒരു കോസ്റ്റ്യൂം തന്നെയാണ്. പിന്നെ അത് വെച്ചിട്ടുള്ള ഫോട്ടോഷൂട്ട് ആയിരുന്നു കേട്ടോ. ഇതിന്റെ ഒരു ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോയും ആണ്.